ഹായ് നമസ്കാരം, ഞാൻ സജു. റീക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തോളൂ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കറികൾ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ പേര് കാണിക്കാം. ഇതാണ് എൻ്റെ ആ കിഴങ്ങ് വർഗ്ഗം. ഇതിൻ്റെ പേര് അടതാപ്പ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആകാശ പൊട്ടറ്റോ എന്നോ സ്കൈ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുന്ന ഇതല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് അടതാപ്പ്. ഇപ്പം നടീലിൻ്റെ സമയമായി കഴിഞ്ഞു. കുറച്ചുകൂടി നേരത്തെ നടേണ്ടതായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, ഇപ്പം ഇനി നട്ടാലും മതി. ഇതാണ് അടതാപ്പ്. ഈ അടതാപ്പിൻ്റെ പ്രത്യേകത, നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള എന്തൊക്കെ കറികളുണ്ടോ, സാമ്പാറായിരുന്നാലും മെഴുക്ക്, തോരൻ, അതേപോലെ തന്നെ സ്റ്റൂ, അങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ ആകാശ പൊട്ടറ്റ ഇത് മതിയാവും, ഈ അടതാപ്പ് എന്ന് പറയുന്ന കിഴങ്ങ്. ഇതിപ്പം നമുക്ക് വിത്തിന് വേണ്ടി ഞാൻ മാറ്റിയതാണ്. ഇത് ഏകദേശം ഒരെണ്ണത്തിന് തന്നെ 1/2 കിലോ വെയിറ്റ് വരുന്ന ഒരു ടൈപ്പ് ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുള വരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. മുള വരാനെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ ഒരു ഐസ് ബോക്സിനകത്ത് ഐസിട്ടെന്നല്ല, ഐസ് ബോക്സിനകത്ത് ഇതിൻ്റെ ഈ കായ മാത്രമുള്ളൂ, അതിനകത്ത് ഇറക്കി വെക്കുന്നുണ്ട്. അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിന് മുള വരും. മുള ഇപ്പോൾ സൈഡിൽ നിന്ന് വന്ന് തുടങ്ങി. അപ്പോൾ ഈ വരുന്ന മുള ഇങ്ങനെ വന്ന് തുടങ്ങിയതിന് ശേഷം ഇന്ന് വേര് പൊട്ടി വരും. വേര് പൊട്ടി കംപ്ലീറ്റ് വേര് കണ്ടിട്ടില്ല. ഇത് അതിനകത്തിരുന്ന് നന്നായിട്ട് വേര് വന്നതാണ്. ഇതിപ്പോൾ നടാൻ നല്ല പാകമായിട്ട് ഇതിനു മുമ്പേ നടാൻ പറ്റും. ഇതിപ്പം കുറച്ച് ദിവസം മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇതാണ് അടതാപ്പ്. ഇപ്പം നല്ലതുപോലെ. പിന്നെ ഇതിനും വേറൊരു പ്രത്യേകത, നമ്മൾ കാച്ചിൽ നനകിഴങ്ങ് നടുമ്പോൾ അത് നമുക്ക് വലതു ഭാഗത്തൂടെ കറങ്ങിയാണ് അങ്ങനെ കയറുന്നത്, വള്ളിയിൽ പടന്ന് കയറും. ഇതൊന്നും ഞാൻ തിരിഞ്ഞേ കയറത്തുള്ളൂ. തിരിഞ്ഞ് ഇടത് വാക്ക്, അങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനത് എൻ്റെ ഇവിടെ നിന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിത് കഴിഞ്ഞ വർഷം ഇതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള മാവിൻ്റെ മണ്ടയിലായിരുന്നു. ഇത് മാവ് റംബൂട്ടാനൊക്കെ നിന്ന് അതിന് മുകളിലാണ് ഞാൻ പടത്തി വിട്ടത്. പക്ഷേ ഒരു കിഴങ്ങ് പോലും നമുക്ക് മുകളിൽ കയറി പറിക്കേണ്ടി വന്നില്ല. അതെല്ലാം അതിൻ്റെ പാകമാകുമ്പോഴേക്കും ഏകദേശം തൊലിയൊക്കെ ജസ്റ്റ് ഇവിടെ നിന്നൊരു ഓപ്പണായി വരുമ്പോൾ, ആ ഓപ്പണായി വരുന്ന സമയത്തിന് ഇതിങ്ങനെ ഇളകി വരും. അപ്പോഴേ ഇതിങ്ങനെ താഴെ തന്നെ പോരും. ഞാനത് എനിക്ക് ആവശ്യം വരെ ഉണ്ട്. ഏതാണ്ട് ഒരു 10 കിലോ കൂടുതൽ എനിക്കിതിൻ്റെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നടീൽ രീതി, എങ്ങനെയാണ് നടാൻ ഉപയോഗിക്കുന്നതും അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് നടിയിൽ നമ്മൾ ഒരു മരത്തിലേക്ക് വിടാനുള്ള പ്ലാനാണ്, അല്ലെങ്കിലും ഒരു പന്തലിൽ വിട്ടാലും കുഴപ്പമില്ല. പന്തലിലായിരുന്നാലും ഇത് കയറി വരും, നല്ല രീതിയിൽ മുളച്ച് വരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഇത് നടീൽ രീതി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ നിങ്ങളിതിൽ ഇടുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സജഷനും കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒരിക്കൽ കൂടി വീഡിയോയിൽ സ്വാഗതം ചെയ്തോളും. ആദ്യമായിട്ട് നമുക്കൊരു ചെറിയ കുഴി എടുക്കേണ്ടതുണ്ട്. കുഴി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം. കുറച്ച് മതി, വലിയ ആഴമൊന്നും വേണമെന്നില്ല. അതിനകത്തേക്ക് നമുക്ക് ഇതിന് ഒരു കാര്യം വെച്ചാൽ, വളം ചെയ്തില്ലെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ പിടിക്കുന്ന കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മണ്ണിങ്ങനെ ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന അടതാപ്പുണ്ട്. ഈ അടതാപ്പിനെ ഞാനിതിലേക്ക് വയ്ക്കുകയാണ്. നമുക്കിതിന് അമിതമായിട്ടുള്ള വളപ്രയോഗത്തിന് ആവശ്യമില്ല. അല്ലേ, മണ്ണിട്ട് അതിനകത്തേക്ക് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മണ്ണ് ഇതിന് മുകളിലോട്ട് കൊടുക്കും. നമുക്ക് ഇടയ്ക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വളപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല ഇതിന്.
അല്ലാതെ തന്നെ നിറയെ കായ്ക്കുന്ന, നമുക്ക് വളം ഇട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണിത്. അടതാപ്പം എന്ന് പറയും, കൈ പൊട്ടറ്റ എന്നും പറയും ഇതിന്, ആകാശ പൊട്ടറ്റ. കല്ലുകളൊന്നും വേണമെന്നില്ല. ഇതിൻ്റെ ഒരു 2-3 ദിവസത്തിനകത്ത് ഇതിനും നല്ല രീതിയിൽ ഇല വന്നു തുടങ്ങും. ഇത്രയേ ഉള്ളൂ. ഇതിന് കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ധാരാളം. മണ്ണ് കൊടുക്കുക, കെട്ടകളൊന്നും വേണ്ട, കെട്ടകളൊക്കെ ഒഴിവാക്കി. ഇനി കുറച്ച് വെള്ളം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം വലുതായിട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയാണ് അടതാപ്പ് നടീൽ രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.